എൻ്റെ കാര്യമാണെങ്കിൽ ഈ ചാനലുള്ള വിവരം എൻ്റെ വീട്ടുകാർക്ക് പോലും അറിയില്ല കേട്ടോ ഇതുവരെ. അതാണ് സത്യം. മനസ്സ് പതറും. ഇതും കേട്ട് നമ്മൾ റേറ്റ് കുറച്ച് നൽകും. ഇത് നമ്മളെ ചൂഷണം ചെയ്യാനിടയുണ്ട്. നമ്മൾ തീരുമാനിച്ചെടുത്ത റേറ്റിൽ നമ്മൾ ഉറച്ചു നിൽക്കുക. ഹായ് ഓൾ, ഞാൻ സ്റ്റിച്ചിങ്ങിൻ്റെ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തപ്പോഴും യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തപ്പോഴും ചെയ്യാതിരുന്ന 5 കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അതായത് സ്ട്രിക്റ്റ്ലി ഫോളോ ചെയ്ത 5 ടിപ്സിനെ കുറിച്ചാണ് പറയുന്നത്. ആദ്യത്തേത് തുടക്കക്കാരോടാണ് കേട്ടോ. സ്റ്റിച്ചിങ് ആയാലും യൂട്യൂബ് ആണെങ്കിലും എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഒരു പ്ലാൻ ഉണ്ട് എങ്കിൽ നിർബന്ധമായി നിങ്ങളിത് മറ്റാരോടും ഷെയർ ചെയ്യാതിരിക്കുക. അതായത് അതേക്കുറിച്ച് നിങ്ങൾ ആരോടെങ്കിലും പറയുകയോ അഭിപ്രായം ചോദിക്കുകയോ ചെയ്യാതിരിക്കുക. പ്രത്യേകിച്ച് ഈ ഒരു ഫീൽഡാകുമ്പോൾ കോമ്പറ്റീഷൻ വളരെ അധികമാണല്ലോ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് കണക്ക് കൂട്ടി പ്ലാൻ ചെയ്ത് വെച്ച കാര്യം വളരെ ആകാംക്ഷയോടുകൂടി നമ്മൾ മറ്റാരോടെങ്കിലും ഒന്ന് അഭിപ്രായം ചോദിക്കുമ്പോഴേക്കും നെഗറ്റീവ് എന്തെങ്കിലും കേട്ടാൽ നമ്മുടെ മനസ്സിൽ കംപ്ലീറ്റ് പ്ലാനും തകരും. ശരിയാണ്, അവർ പറയുന്നതും കാര്യമുണ്ടെന്ന് തോന്നി നമ്മൾ പിറകോട്ട് വലിയും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിന്നേക്കാൾ ഒരുപാട് സ്റ്റിച്ചിങ് അറിയുന്ന ആൾക്കാർ നമ്മുടെ കുടുംബത്തിൽ തന്നെ ഉണ്ട്, എന്നിട്ട് അവരൊന്നും തുടങ്ങാത്തതാണ് ഇപ്പം നീ തുടങ്ങാൻ പോകുന്നത്, നടന്നു തന്നെ. അല്ലെങ്കിൽ പറയും, ഇപ്പം എത്രയോ സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാർ ഈ ഏരിയയിൽ തന്നെ ഉണ്ട്, എന്നിട്ട് ഇപ്പോൾ നിൻ്റെ അടുത്ത് ആൾക്കാർ കൊണ്ടുതരാം. അങ്ങനെയുള്ള കമൻസൊക്കെ കേട്ടാൽ മിക്കവാറും നമ്മൾ പിറകോട്ട് വലിയും. പിന്നെ ഇൻ കേസ് യൂട്യൂബ് ചാനലൊക്കെ ആണെങ്കിൽ തന്നെ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ ആരോടും പറയരുത് കേട്ടോ. മിക്കവരും തുടങ്ങുമ്പോൾ തന്നെ പറയും, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങി എന്നുള്ളത്. ഇത് നമുക്ക് ദോഷം ചെയ്യും. കാരണം സൊസൈറ്റി അങ്ങനെയാണ്. ഇപ്പോൾ യൂട്യൂബ് ചാനലൊക്കെ ആർക്കും ഇല്ലാത്തത്, വേറെ പണിയൊന്നുമില്ലേ എന്നൊരു കമൻസ് കേൾക്കാം. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ മനസ്സിൽ ഉറപ്പിക്കുക, മിനിമം ഒരു 5K അല്ലെങ്കിൽ 10K ആയാൽ മാത്രമേ ഫാമിലിയിൽ ആരോടെങ്കിലും പറയത്തുള്ളൂ എന്നുള്ളൊരു കാര്യം. കാരണം നമ്മളിപ്പോൾ വീഡിയോ ചെയ്യുമ്പോൾ തന്നെ ഇവരൊക്കെ കാണുമല്ലോ, അപ്പം അങ്ങനെ പറഞ്ഞൂടാ ഇങ്ങനെ പറഞ്ഞൂടാ, അങ്ങനെ ഒരു ധാരണ നമുക്കുണ്ടാവും, ഒരു ഉൾഭയം. അതൊക്കെ ഇല്ലാതാക്കാനും പിന്നെ വെറുതെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ പകുതി മാത്രം കണ്ടിട്ട് അതൊക്കെ ഗുണത്തേക്കാളേറെ ദോഷമാണ് ഉണ്ടാക്കുക എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. എൻ്റെ കാര്യമാണെങ്കിൽ ഈ ചാനലുള്ള വിവരം എൻ്റെ വീട്ടുകാർക്ക് പോലും അറിയില്ല കേട്ടോ ഇതുവരെ. അതാണ് സത്യം. ഇനി രണ്ടാമത്തെ കാര്യം പറയാം. തുടക്കത്തിൽ സ്റ്റിച്ചിങ് ഓർഡേഴ്സ് ഫാമിലിയിൽ നിന്നും സ്വീകരിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം എന്താണെന്നറിയോ, നമ്മൾ വളരെ നന്നായി മാക്സിമം എഫേർട്ടൊക്കെ എടുത്തിട്ട് ചെയ്ത് നമുക്കങ്ങനെ ക്യാഷ് വാങ്ങാൻ ഒരു മടിയായിരിക്കും ഫാമിലിയിൽ നിന്നാവും. പിന്നെ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടാവുമോ എന്നുള്ളൊരു ഭയവും കൂടുതലായിരിക്കും. ഇനി മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ സ്റ്റിച്ചിങ് ചാർജസിൻ്റെ കാര്യമാണ്. തുടക്കത്തിലൊക്കെ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടായിരിക്കും നമ്മൾ ഓരോ ഡ്രസ്സും ചെയ്തെടുക്കുന്നത്. എങ്കിൽ ചാർജ് വാങ്ങുമ്പോഴാണെങ്കിൽ നമുക്കൊരു മടിയായിരിക്കും, നന്നായിരിക്കുമോ, ഇത്ര ചാർജ് വാങ്ങാൻ പറ്റുമോ എന്നൊക്കെയുള്ളൊരു ഉൾഭയം. പിന്നെ ആരെങ്കിലും വന്നിട്ട് ഇത്രയൊക്കെ റേറ്റ് ഉണ്ടോ, അവർ ഇത്രയൊന്നും റേറ്റ് വാങ്ങലില്ല, മറ്റവരെടുത്ത് കൊടുത്താൽ ഇതിലും ചെറിയ റേറ്റിൽ അടിച്ചു തരുമല്ലോ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സ് പതറും. ഇതും കേട്ട് നമ്മൾ റേറ്റ് കുറച്ച് നൽകും. ഇത് നമ്മളെ ചൂഷണം ചെയ്യാനിടയുണ്ട്. നമ്മൾ തീരുമാനിച്ചെടുത്ത റേറ്റിൽ നമ്മൾ ഉറച്ചു നിൽക്കുക. നമുക്കുള്ള കസ്റ്റമേഴ്സ് നമ്മളെ തേടി തന്നെ വരും എന്ന് മനസ്സിൽ ഉറപ്പിക്കുക. പിന്നെ ഒരിക്കൽ റേറ്റ് കുറച്ച് നൽകിയാൽ പിന്നീട് അത് നമുക്ക് റേറ്റ് കൂട്ടി കൊടുക്കാനും പറ്റില്ല. ഇത്രയൊന്നും നിങ്ങൾ വാങ്ങാറില്ലല്ലോ എന്നൊരു ചോദ്യം വരും. അതോടെ തന്നെ അത് ഒഴിവാക്കുക. ഇനി നാലാമത്തതും വളരെ പ്രധാനപ്പെട്ടതുമായ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. അതായത് തുടക്കത്തിലൊക്കെ ഒരുപാട് മിസ്റ്റേക്സ് സ്വാഭാവികമാണ്. ആ മിസ്റ്റേക്സിൽ നിന്നും പഠിക്കണം. അനുഭവം ആണ് ഏറ്റവും വലിയ ഗുരു എന്നല്ലേ. കട്ടിങ്ങിലെ മിസ്റ്റേക്സ് സ്റ്റിച്ചിങ്ങിലും എഫക്റ്റ് ചെയ്യും എന്ന് പറഞ്ഞതുപോലെ മിസ്റ്റേക്സ് ഓരോന്നായും തുടക്കത്തിലെ നമ്മൾ ക്ലിയറാക്കി പോവുക എന്നതായിരിക്കും നല്ലത്. ഇനി അഞ്ചാമത്തേതും വളരെ പ്രധാനപ്പെട്ടതുമായൊരു കാര്യമാണ്, നമ്മുടെ മൈൻഡ് എപ്പോഴും നമ്മുടെ കൺട്രോളിലാക്കുക എന്നതാണ് കേട്ടോ. അതായത് കസ്റ്റമേഴ്സ് പല ടൈപ്പിലുണ്ടാവും, പക്ഷെ അവർക്കൊക്കെ അനുസരിച്ചിട്ട് നമ്മൾ തുള്ളാൻ നിൽക്കരുത് എന്നതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ചില കസ്റ്റമേഴ്സൊക്കെ പറയും ഇത്രയൊക്കെ റേറ്റ് ഉണ്ടോ എന്ന് കേട്ടാൽ തന്നെ അവർ പല കംപ്ലയിൻസൊക്കെ വരും. അങ്ങനെ ഉണ്ട്, ഇങ്ങനെ ടൈപ്പ് ഷേപ്പ് ആക്കണം, മറ്റേതാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്
വരും. പക്ഷേ നമുക്ക് ടൈം ഉണ്ടെങ്കിൽ, നമ്മുടെ ഭാഗത്ത് നമുക്ക് തെറ്റുണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ആക്കി കൊടുക്കാം. എല്ലാ പ്രത്യക്ഷത്തിൽ വലിയ തെറ്റൊന്നും കാണുന്നില്ലെങ്കിൽ നമ്മളിങ്ങനെ പറയും, ഓ ഇപ്പോൾ ടൈമില്ല, ഇത്ര ഡേറ്റിൽ വന്നാൽ ഇത് ക്ലിയർ ആക്കി തരാം എന്നൊരു ഡേറ്റ് വെച്ചിട്ട് നമ്മളിത് വാങ്ങിയേക്കാം. അല്ലാതെ അപ്പോൾ തന്നെ അത് ക്ലിയർ ആക്കി കിട്ടണമെന്ന് പറഞ്ഞാൽ നമ്മൾ ടെൻഷൻ അടിച്ചിട്ട് ചെയ്ത് കൊടുക്കേണ്ട ഒരു കാര്യം അവിടെ വരുന്നില്ല. കസ്റ്റമേഴ്സ് അങ്ങനെയാണ്, നമ്മുടെ എഫേർട്ട് മനസ്സിലാക്കില്ല. ഓ ഇത്രയൊക്കെ റേറ്റ് നമ്മൾ കൊടുക്കുന്നതല്ലേ, അപ്പോൾ അതിന് കണക്കായിട്ട് അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുക എന്നൊരു ഉദ്ദേശത്തിൽ വരുന്ന ചില കസ്റ്റമേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക എന്നതാണ് ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.